നമുക്കറിയില്ല. ഞാൻ പറഞ്ഞിട്ടൊന്നല്ല ഈ പാട്ട് പഠിപ്പിക്കുന്നത്. ഞാൻ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ മരിച്ചു പോകുമ്പോഴെങ്കിലും എന്നെ കുറിച്ച് ആൾക്കാരെ ആലോചിക്കും 10ാം ക്ലാസ്സിലെങ്കിലും പഠിക്കുമെന്ന്. അപ്പോൾ ഇത് വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനിപ്പോൾ പാട്ട് പിള്ളേരെ പഠിപ്പിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റിയിൽ ഇത് പഠിപ്പിക്കാതിരുന്നാലും പിള്ളേർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയിലാണല്ലോ പാട്ട് കിടക്കുന്നത്. പാട്ട് അവിടെ തന്നെയുണ്ട്. പാട്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും യൂട്യൂബിലോ ബാക്കിയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ പോയി പാട്ട് കേൾക്കാം. അപ്പോൾ പാട്ട് പഠിപ്പിച്ചാലില്ലെങ്കിലും നിങ്ങളെല്ലാവരും ഈ പാട്ട് കേൾക്കും എന്തായാലും. ഇത് വേടന്റെ നിലപാടിനോടുള്ള ഒരു പകപോക്കലായിട്ട് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പറയാൻ മടിക്കുന്ന കാര്യം നമ്മൾ വന്ന് പറയല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ നിലപാടിനെതിരായിട്ട് നടക്കുന്ന കാര്യമായിട്ട് തന്നെയാണ്. ഇതിപ്പോൾ എന്താണ് ഇത്തരക്കാരോടൊക്കെ വേടന് പറയാനുള്ള ഒരു കാര്യം? ഞാൻ എൻ്റെ ജോലി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. ഇതെൻ്റെ പണിയാണ്. അത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് രാത്രി നല്ലോണം കിടന്നുറക്കം വരുന്നുണ്ട്. ഞാൻ ഈ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും. ഇവരിങ്ങനെ പുറകെ നടന്നിങ്ങനെ വീണ്ടും 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 ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മളിത് വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ സൈനേട്ടാ. അപ്പോൾ ഇത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഞാൻ ഇത് നിർത്താൻ ഒരു പ്ലാനും ഇല്ല. ഇതെൻ്റെ ജോലിയാണ്, ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും.